ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നേരിടുന്നത് മേ ബി ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടയ്ക്ക് വന്നു പോകുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് കുറച്ച് നാളൊക്കെ നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹത്തോടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നിങ്ങളുമായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കമോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ടിട്ട് ഈ ഒരു പേഴ്സൺ തിരികെ പോകുന്നതാണ്. അങ്ങനെ ഒരു എനർജി ആയിരിക്കാം മേ ബി നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ. ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ടായിരിക്കാം. മേ ബി എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആകുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ വന്നിട്ട് നിങ്ങളുമായിട്ട് കുറച്ച് നല്ല സ്നേഹത്തിലൊക്കെ ഇരുന്നിട്ട് പിന്നെ വഴക്കുണ്ടാക്കിയിട്ട് പോയിട്ട് പിന്നെ നിങ്ങളുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഈ ഒരു പേഴ്സണ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൻ്റെ അടുത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്? മേ ബി നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ എന്തോ കാര്യത്തിൽ സ്റ്റക്കാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കാം. എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണോ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് ചില ഡൗട്ട്സ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അല്ല ഇനി വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്നുള്ള രീതിയിലായിരിക്കാം. മേ ബി ഇപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വഴക്കിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം. അപ്പം ഇനിയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടാനുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിൽക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാകുകയില്ല. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം ചതിക്കപ്പെടുകയാണോ, അല്ല ഞാൻ മനഃപൂർവ്വം വഞ്ചിക്കപ്പെടുകയാണോ എന്നുള്ള തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. നിങ്ങൾ കാര്യത്തെ പല രീതിയിൽ കാണാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു വ്യക്തിയുടെ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാനും സാധിക്കുന്നില്ല. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ഇനി ഈ ഒരു പേഴ്സൺ വരുമ്പോൾ ആ ഒരു പേഴ്സണോട് ചോദിക്കാനായിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം നിങ്ങളൊരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ ഇത് അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നും കൂടി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് നിങ്ങൾ എത്താനായിരിക്കാം. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ്. നിങ്ങൾക്കിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം.
ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനാണ്. മേ ബി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ പ്രോബ്ലംസുകളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എന്ത് സിറ്റുവേഷൻ കൊണ്ടാണ് അവരിങ്ങനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുത്തുന്നത് അത് നമുക്ക് നോക്കാം. നമുക്ക് നൈറ്റ് ഓഫ് സോർട്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആകുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നു. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു പേഴ്സണ് സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തെറ്റാണെന്ന് ആ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു ഇല്യൂഷനിലാണ്. അല്ലെ ഈ ഒരു പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെല്ലാം ആ ഒരു പേഴ്സണ് നല്ലത് വരുത്തും എന്നുള്ള രീതിയിൽ ആ ഒരു പേഴ്സൺ ധരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ഓപ്ഷൻസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഒട്ടും ഹാപ്പിയല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് വേറെ ഓപ്ഷൻ നിലനിൽക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാൾ ബെറ്റർ മറ്റൊരു ചോയ്സ് ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകുന്നത്. അല്ലെ അവിടെ നല്ലത് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെയധികം ട്രാപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. കാരണം അവർക്കൊരു ഫ്രീഡവും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. മേ ബി ഈ ഒരു തേർഡ് പേഴ്സൺ ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് വരുത്തി വെച്ച ആ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ ഒരു പേഴ്സൺ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ഒരു വ്യക്തി വിചാരിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. ഞാനിവിടെ ട്രാപ്പായി പോവുകയായിരുന്നു എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു പേഴ്സണ് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു എനർജിയാണ് കാണുന്നത്. വളരെയധികം സഹിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ഒരു ഫ്രീഡവും ഇല്ലാത്ത ഒരവസ്ഥ. എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അഡ്വൈസ് ചോദിക്കണമായിരിക്കാം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്. അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ്. പക്ഷെ ആ ഒരു പേഴ്സണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നില്ല. എയ്റ്റ് ഓഫ് സോർട്സിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിക്ക് അവിടെ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കാത്തത്? ഇവിടെ നമ്മളത് ക്ലാരിഫൈ ചെയ്തപ്പോൾ ടു ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സണെ അവിടെ കണ്ണ് കെട്ടിയിരുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണ് ഒരുപാട് അഡ്വൈസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പം അത് കാരണം മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ് ഈ ഒരു പേഴ്സൻ്റെ. അപ്പം ആ ഒരു പേഴ്സണ് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഈ രണ്ട് കാർഡിലും ഈ ഒരു പേഴ്സണ് കണ്ണ് കെട്ടിയേക്കാണ്. അപ്പോൾ അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണ് പറഞ്ഞു കൊടുത്ത് നല്ല കാര്യങ്ങളൊന്നും ആ ഒരു വ്യക്തിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പേഴ്സണെ അവിടെ ഇരുത്തിയേക്കാണ്, എങ്ങോട്ടും പോകണ്ട എന്നുള്ള രീതിയിൽ അവിടെ ഇരുത്തിയേക്കാണ്, വളരെ കൺട്രോൾ ചെയ്ത് അവിടെ ഇരുത്തിയേക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പൂർണ്ണമായിട്ടും വരാനായിട്ട് സാധിക്കാത്തത്. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിലനിൽക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിലനിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഓപ്ഷൻസ് കണ്ടു പോയ ഒരു വ്യക്തിയാണ്, പെട്ടെന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് പോയൊരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ഒരു വ്യക്തി ട്രാപ്പിലായി പോവുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷെ അവിടെ നിന്ന് ആ ഒരു പേഴ്സണെ മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. വളരെയധികം കൺട്രോൾ ചെയ്ത് അവിടെ ഇരുത്തിയേക്കുന്ന ഒരു എനർജിയാണ്. കുറച്ചുകൂടി കാർഡ്സ് നോക്കാം. അവർ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെന്നുള്ള വ്യക്തിയുണ്ട്. നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. അവർ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ.
അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പേഴ്സൺ നോക്കുന്നത്. ഇപ്പം നിലവിൽ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ ആ ഒരു സാഹചര്യത്തിൽ ട്രാപ്പായി നിൽക്കുകയാണ്. അവർക്കൊരു ആക്ഷൻ എടുക്കാനോ ഡിസിഷൻ എടുക്കാനോ ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയാണ്. പക്ഷേ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു, നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ, നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയും പുറത്ത് കിടക്കാനായിട്ടായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ല ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു പേഴ്സണുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു വിശ്വാസം ഈ ഒരു പേഴ്സണുണ്ട്. പക്ഷേ എങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സണ് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. അത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയാണ് കേട്ടോ. അത് ഫ്യൂച്ചർ എനർജിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഫ്യൂച്ചർ എനർജി നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്. ഈ ഒരു പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ വരുന്നതാണ്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പം എല്ലാം മനസ്സിലാക്കിയുള്ള വരവാണ് ഫ്യൂച്ചർ എനർജിയിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ കഴിയാത്ത ഒരു എനർജിയാണ്. തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ. എന്തായാലും ഇവിടെ നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നു. കാരണം വളരെയധികം ഒന്നുകിൽ നിങ്ങൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ എനർജി ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വളരെയധികം മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്ന് നേരിട്ടതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ട്രോമ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നതായിട്ട് കാണുന്നു. നിങ്ങളിപ്പോഴും അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ആവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങൾ തളർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാനോ ഒന്നും കഴിയാത്ത ഒരു തളർന്ന ഒരു സിറ്റുവേഷൻ. നിങ്ങൾക്ക് ഒരുപാട് മാനസിക വേദന ഈ ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. ആ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. എങ്കിലും ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അല്ലെ എല്ലാം നന്നായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കാം നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സും കൂടി നോക്കട്ടെ. ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസിൽ കഴിയുകയാണ്. അവർ ആ ഒരു സിറ്റുവേഷനിൽ എത്ര സ്റ്റക്കായിരുന്നോട്ടെ, പക്ഷേ അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുമുണ്ട്. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പവർ തന്നെയായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു വ്യക്തി നന്നായിട്ട് ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. നിങ്ങളെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം സന്തോഷമാണ് കണ്ടോ. കാരണം നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടിരിക്കാൻ ആ ഒരു പേഴ്സണെ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് എനർജി ആ ഒരു പേഴ്സണ് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ ആ ഒരു പേഴ്സണ് വളരെയധികം സന്തോഷമാണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ. കാരണം അവർ വളരെയധികം സഹിച്ചാണല്ലോ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു സന്തോഷം കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങളെ ഓർക്കുമ്പോഴായിരിക്കാം. അവർ വളരെയധികം സഹിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. എഗെയിൻ 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അവർക്കൊന്നും പറയാനില്ല നിങ്ങളോട്. കാരണം അവർ തന്നെ വരുത്തി വെച്ച് ആ ഒരു സിറ്റുവേഷനിൽ അവർ അനുഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. കാരണം 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. അവർ ആ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോഴുള്ള ആ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനൊക്കെ, ആ ഒരു സിറ്റുവേഷൻ
ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ എൻഡ് വരുത്തിയിട്ട് ഇവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു പേഴ്സൺ, ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഈ ഒരു സെപ്പറേഷൻ ആണെങ്കിലും ശരി, എല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ അരികിലേക്ക് ഒരു മാറ്റമായി, അതായത് ഒരു ചേഞ്ചായിട്ട് ഈ ഒരു പേഴ്സണ് വരണമെന്നാണ് ആഗ്രഹം. കാരണം ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിന് ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കാർഡും കൂടെ നോക്കാം. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. 4 ഓഫ് കപ്സ്. അവരൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു സാഹചര്യത്തിൽ. അവരൊട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അവർ പാസ്റ്റിനെ ഓർത്ത് വേദനിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യുന്നു. ഫൂൾ എനർജിയാണ്. നിങ്ങൾ മൊത്തം പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ. അപ്പം എന്തായാലും ഇപ്പോൾ അവരുടെ ലൈഫിൽ നിലനിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അതിൽ അവൾ ട്രാപ്പായിട്ട് നിൽക്കുകയാണ്. മേ ബി ഫ്യൂച്ചറിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്യിപ്പിച്ച് നിങ്ങളുമായിട്ട് ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്നതും ആവാം.